പുറപ്പാട് പുസ്തകം 35 അധ്യായം. അനന്തരം മോശ ഇസ്രായേൽ മക്കളുടെ സംഘത്തെ ഒക്കെയും കൂട്ടി അവരോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുവാൻ യഹോവ കൽപ്പിച്ച വചനങ്ങൾ ആവിത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി യഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശബ്ബത്ത് ആയിരിക്കണം. അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. ശബ്ബത്ത് നാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ എങ്ങും തീ കത്തിക്കരുത്. മോശ പിന്നെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോട് പറഞ്ഞത്, യഹോവ കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ഇടയിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് എടുപ്പീൻ. നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരേണം. പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശൂ തോൽ, ഖദിമരം, വിളക്കിന് എണ്ണ, അഭിഷേക തൈലത്തിന്, പരിമളധൂപത്തിനും സുഗന്ധവർഗം, ഗോമേതകക്കല്ല്, ഏഫോദിന് പതക്കത്തിനും പതിക്കേണ്ടതിന് കല്ല് എന്നിവ തന്നെ. നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കേണം. തിരുനിവാസം, അതിൻ്റെ മൂടുവിരി, പുറമൂടി, കൊളുത്തുകൾ, പലകകൾ, അന്താഴങ്ങൾ, തൂണുകൾ, ചുവടുകൾ, പെട്ടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മറയുടെ തിരശ്ശീല, മേശ, അതിൻ്റെ തണ്ടുകൾ, ഉപകരണങ്ങൾ ഒക്കെയും, കാഴ്ചയപ്പം, വെളിച്ചത്തിന് നിലവിളക്ക്, അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ ദീപങ്ങൾ, വിളക്കിന് എണ്ണ, ധൂപപീഠം, അതിൻ്റെ തണ്ടുകൾ, അഭിഷേക തൈലം, സുഗന്ധധൂപവർഗം, തിരുനിവാസത്തിലേക്കുള്ള പ്രവേശനവാതിലുകളുടെ മറശ്ശീല, ഹോമയാഗപീഠം, അതിൻ്റെ താമ്രജാലം, തണ്ടുകൾ, അതിൻ്റെ ഉപകരണങ്ങൾ ഒക്കെയും, തൊട്ടി, അതിൻ്റെ കാൽ, പ്രാകാരത്തിൻ്റെ മറശ്ശീലകൾ, അതിൻ്റെ തൂണുകൾ, ചുവടുകൾ, പ്രാകാരവാതിലിൻ്റെ മറ, തിരുനിവാസത്തിൻ്റെ കുറ്റികൾ, പ്രാകാരത്തിൻ്റെ കുറ്റികൾ, അവയുടെ കയറുകൾ, വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രം, പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവൻ എല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്ക് വേണ്ടിയും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻ വഴിപാടുകൾ കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള, കുണുക്ക്, മോതിരം, മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശൂ തോൽ എന്നിവ കൈവശമുള്ളവർ അതത് കൊണ്ടുവന്നു. വെള്ളിയും താമ്രവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഖദിമരം കൈവശമുള്ളവൻ അത് കൊണ്ടുവന്നു. സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും, ധൂമ്രനൂലും, ചുവപ്പുനൂലും, പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർഥ്യമുള്ള ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടുരോമം നൂറ്റു. പ്രമാണികൾ എഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേതകല്ലുകളും, വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനുമുള്ള പരിമളവർഗങ്ങളും എണ്ണയും കൊണ്ടുവന്നു. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ച സകല പ്രവൃത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധാദാനം കൊണ്ടുവന്നു. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവീൻ, യഹോവ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്നും, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും, രത്നം വെട്ടിപ്പതിപ്പാനും, മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണി ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിലെ അഹിസാമാക്കിൻ്റെ മകനായ ഒഹേലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു.
കൊത്തുപണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏതുതരം ശില്പപ്പണി ചെയ്യുന്നവൻ്റെയും കൗശലപ്പണികൾ സങ്കല്പിച്ചുണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇങ്ങനെ 35-ാം അധ്യായം അവസാനിക്കുന്നു.